ഇനി പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ നോക്കാം. UAE-യിൽ ജൂലൈ മാസത്തിൽ പെട്രോൾ വില വൻതോതിൽ കുറയുമെന്ന് റിപ്പോർട്ട്. ആഗോള എണ്ണവിലയിലെ ഇടിവാണ് UAE പെട്രോൾ വിലയെ സ്വാധീനിക്കുക. 4 മാസത്തെ തുടർച്ചയായ വർധനവിന് ശേഷം 2026 ജൂലൈയിൽ UAE-യിൽ പെട്രോൾ വില വൻതോതിൽ കുറയുമെന്ന് റിപ്പോർട്ട്. ആഗോള എണ്ണവില ജൂൺ മാസത്തിന്റെ തുടക്കം മുതൽ ബാരലിന് $20 കുറഞ്ഞതിനാലാണിത്. ഫെബ്രുവരി 28-ന് US ഇസ്രായേൽ ഇറാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ശേഷം UAE-യിലെ റീറ്റെയിൽ ഇന്ധനവില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 60%-ലധികമാണ് വർധനയുണ്ടായത്. 2026 ജൂണിൽ റീറ്റെയിൽ ഇന്ധനവില പ്രതിമാസം 8% വർദ്ധിച്ചു. സൂപ്പർ 98 ലിറ്ററിന് 3.95 ദിർഹവും, സ്പെഷ്യൽ 95 ലിറ്ററിന് 3.83 ദിർഹവും, E+91 ലിറ്ററിന് 3.76 ദിർഹവുമാണ് വർദ്ധിച്ചത്. നിലവിൽ ആഗോള എണ്ണവില കുറയുന്ന പ്രവണത നിലനിൽക്കുന്നതിനാൽ അടുത്ത മാസം റീറ്റെയിൽ ഇന്ധനവില കുറയുമെന്നാണ് പ്രതീക്ഷ. ജൂൺ ആദ്യവാരത്തിൽ ബ്രെന്റ് വില ബാരലിന് $95 ആയിരുന്നു. എന്നാൽ ആഗോള ഊർജ്ജ വിപണികളിലേക്ക് ഗൾഫ് എണ്ണ വിതരണം തിരിച്ചുവരുമെന്ന പ്രതീക്ഷ കാരണം ബുധനാഴ്ച ബാരലിന് $74-ൽ താഴെയായി. US ഇറാൻ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സർക്കാർ ജീവനക്കാർക്ക് വേനൽക്കാലത്ത് ജോലി സമയത്തിൽ ഇളവുകൾ നൽകുന്ന ഫ്ലെക്സിബിൾ സമ്മർ പദ്ധതിയുടെ പുതിയ പതിപ്പ് പ്രഖ്യാപിച്ച് ദുബായ്. ഈ മാസം 29 മുതൽ സെപ്റ്റംബർ 10 വരെയാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സർക്കാർ ജീവനക്കാർക്ക് വേനൽക്കാലത്ത് ജോലി സമയത്തിൽ ഇളവുകൾ നൽകുന്ന ഫ്ലെക്സിബിൾ സമ്മർ പദ്ധതിയുടെ പുതിയ പതിപ്പ് ദുബായ് ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചു. ജീവനക്കാരുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമം മുൻനിർത്തിയും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരമൊരുക്കിയുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2 രീതിയിലാണ് ജോലി സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ജീവനക്കാർ തിങ്കൾ മുതൽ വ്യാഴം വരെ 7 മണിക്കൂറും വെള്ളിയാഴ്ച 4 മണിക്കൂറും ജോലി ചെയ്താൽ മതിയാകും. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ 8 മണിക്കൂർ വീതമായിരിക്കും ജോലി സമയം. ഇവർക്ക് വെള്ളിയാഴ്ച പൂർണ്ണ അവധിയായിരിക്കും. ശനി ഞായർ ദിവസങ്ങളിലെ പൊതു അവധിക്ക് പുറമെ വെള്ളിയാഴ്ചയും അവധി. ഓഫീസുകളുടെ പ്രവർത്തന സ്വഭാവം അനുസരിച്ച് ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സൗകര്യവും അതത് വകുപ്പുകൾക്ക് നൽകാവുന്നതാണ്. ദുബായിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കുടുംബവർഷം പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി ചേർന്നു പോകുന്നതാണ് പുതിയ ഇളവുകളെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം UAE-യിൽ കടുത്ത വേനലിനെ തുടർന്ന് തൊഴിലാളികൾക്കായി പ്രഖ്യാപിച്ച മധ്യാഹ്ന വിശ്രമ നിയമം കർശനമായി പാലിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൽമാൻ രാജാവിന്റെ ചെലവിൽ ഉംറ നിർവഹിക്കാം. 1000 തീർത്ഥാടകർക്കാണ് അവസരമൊരുക്കിയിരിക്കുന്നത്. ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിനാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. ലോകമെമ്പാടുമുള്ള 1000 തീർത്ഥാടകർക്ക് ഉംറ നിർവഹിക്കാൻ സൗകര്യമൊരുക്കി സൗദി ഭരണാധികാരി സൽമാൻ രാജാവ്. ഗസ്റ്റ് ഓഫ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ 2 ഹോളി മോക്സസ് പ്രോഗ്രാം ഫോർ ഹജ്ജ്, ഉംറ ആൻഡ് വിസിറ്റ് എന്ന പദ്ധതിയുടെ ഭാഗമായി രാജാവിന്റെ സ്വന്തം ചെലവിലാണ് തീർത്ഥാടനം. ഇസ്ലാമിക് കാര്യ മന്ത്രാലയത്തിനാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. 1448 ഹിജ്റ വർഷത്തിൽ 4 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന പദ്ധതിയിൽ ഏഷ്യയിലെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള 250 പേരാണ് ആദ്യ സംഘത്തിലുള്ളത്. ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, മലേഷ്യ, ചൈന, ജപ്പാൻ, കൊറിയ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇതിൽ ഉൾപ്പെടുന്നു. മുസ്ലിം ജനതകൾ തമ്മിലുള്ള സഹോദരി ബന്ധം ശക്തിപ്പെടുത്താനും ലോകമെമ്പാടുമുള്ള പണ്ഡിതന്മാരുമായും പ്രമുഖരുമായും ആശയവിനിമയം നടത്താനും ഉദ്യമം സഹായിക്കുമെന്ന് ഇസ്ലാമിക കാര്യമന്ത്രി പദ്ധതിയുടെ ജനറൽ സൂപ്പർവൈസറുമായ ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് അൽ ഷെയ്ഖ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.